ഹായ്, എൻ്റെ പേര് രമിത. ഞാൻ ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്ത് ഫൈനൽ ഇയർ ലോ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊന്നല്ല, ഇൻറ്റേൺഷിപ്പിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും അറിയാം, ഇൻറ്റേൺഷിപ്പ് നമുക്ക് കമ്പൽസറി ആയിട്ട് അല്ലെങ്കിൽ BCI പ്രകാരം മാൻഡേറ്ററി ആയിട്ട് 3 ഇയർ ഓർ 5 ഇയർ സ്റ്റുഡൻസ് ആയിക്കോട്ടെ മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണല്ലോ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പ് എവിടെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണം എന്ന് ഉള്ളൊരു കൺഫ്യൂഷൻസ് കുറേ പേർക്കുണ്ട്. അപ്പോൾ മറ്റൊന്നല്ല, ഇപ്പോൾ 5 ഇയർ സ്റ്റുഡൻസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് NGOസിൽ ലൈക്ക് പഞ്ചായത്തോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ തുടങ്ങാനായിട്ട് പറ്റും അവർക്ക് ഇൻറ്റേൺഷിപ്പ്. കാരണം അവർക്ക് 5 ഇയേഴ്സ് ഉണ്ട്. 10 സെമിസ്റ്ററിൽ വെച്ചിട്ട് അവർക്ക് ഓരോ സെമ്മ് കഴിയുമ്പം ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ 3 ഇയർ ലോ സ്റ്റുഡൻസിനെ പറ്റിയിട്ട് നമുക്ക് അങ്ങനെയല്ല. നമുക്ക് അതിനുള്ള ഒരു ടൈമില്ല. NGOസിൽ തുടങ്ങിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഏതാണ് പ്രിഫറൻസ് എന്ന് കണ്ടുപിടിക്കാനുള്ള ടൈം നമുക്ക് 3 ഇയർ സ്റ്റുഡൻസിന് വരില്ല, കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 3 ഇയേഴ്സിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NGOസിൽ തുടങ്ങാണ്ടിരിക്കുകയാണ് ബെറ്റർ. പക്ഷേ ആദ്യം തന്നെ പോയിട്ട് 3 ഇയർ ആയിക്കോട്ടെ 5 ഇയർ ആയിക്കോട്ടെ ആദ്യം തന്നെ പോയിട്ട് കോർട്ടിൽ പോയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെമ്മിൽ പോയിട്ട് MACT കോർട്ടിലാണ് ഞാൻ ആദ്യം പോയി ചെയ്തത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെമ്മിൽ തന്നെ പോയിട്ട് ഇൻറ്റേൺഷിപ്പിന് പോയതാണ് MACT കോർട്ടിൽ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അന്തം വിട്ടിരിക്കുകയാണ്. എന്താണ് കോർട്ട് പ്രൊസീഡിങ്സിനോ അല്ലെങ്കിൽ അവിടെ എന്താ നടക്കണേ, ഒരു ഡ്രാമ കാണാൻ പോയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാനൊക്കെ പോയിരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സും. അപ്പോൾ അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും നമ്മൾ ചെയ്തത്. നമ്മൾ ചെയ്യുമ്പോൾ അതൊരു വൃത്തിക്ക് ചെയ്യാം. അല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയിട്ട് കോർട്ടിൽ 3 ഇയർ ആയിക്കോട്ടെ 5 ഇയർ ആയിക്കോട്ടെ ആരും പോയി ചാടിക്കറി ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ തന്നെ വല്ല NGOസിലോ 5 ഇയേഴ്സിനോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, NGOസിലൊക്കെ തുടങ്ങാം. പക്ഷെ നമ്മൾ 3 ഇയേഴ്സൊക്കെ വല്ല അഡ്വക്കേറ്റ് ഓഫീസിലൊക്കെ പോകാം. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കും. കാരണം നമ്മൾ മോൾഡ് ചെയ്തെടുക്കണം എന്ന് താല്പര്യമുള്ള അഡ്വക്കേറ്റ്സിൻ്റെ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ജെൻ ആകുമ്പോൾ വല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് കയറണം, പരിചയത്തിലൊക്കെ കയറാൻ നോക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ മൗൾഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. അല്ല അച്ഛൻ്റെയും നടക്കില്ല പരിപാടി. ഇപ്പോൾ പാരൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ അഡ്വക്കേറ്റ്സ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അഡ്വക്കേറ്റ്സ് ഓഫീസിൽ തന്നെ അവർക്ക് പോയി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല ചിലർക്ക്. അപ്പോൾ അവർ മാക്സിമം സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ നോക്കും അങ്ങനത്തെവരൊക്കെ. അപ്പോൾ അവർ നല്ല NGOസിൽ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഏതെങ്കിലും നല്ല ലോ ഫേംസിലോ മറ്റേതെങ്കിലും അവർക്ക് പ്രിഫറൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ ആദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ലോ സ്റ്റുഡൻസും പറയാം ക്രിമിനൽ ലോ എടുക്കണം, ഫാമിലി ലോ എടുക്കണം, അല്ലെങ്കിൽ സിവിൽ ലോ എടുക്കണം, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ താല്പര്യങ്ങളും ഇൻട്രസ്റ്റൊക്കെ മാറും. നമുക്ക് കോർപ്പറേറ്റ് ലോ ഫേമിൽ കയറണം, അല്ലെങ്കിൽ മാരിടൈം, അങ്ങനെ ആർബിട്രേഷൻ, കൺസിലിയേഷൻ, അങ്ങനെ പല ഇതിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയിട്ട് മാക്സിമം കോർട്ടിൽ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ നമുക്ക് എവിടെയെങ്കിലും തുടങ്ങി നല്ലൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടും എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വേണം പോകാനായിട്ട്. ആദ്യം തന്നെ ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ ചില സമയത്ത് പിള്ളേരൊക്കെ പോയിട്ട് NGOs പൊട്ടയാന്നല്ല ഞാൻ പറയുന്നത്, NGOസിലൊക്കെ പോയി തുടങ്ങുമ്പോൾ അവർ നമ്മളെ മാക്സിമം പണിയെടുപ്പിക്കാനേ നോക്കുള്ളൂ. നമ്മൾ ഫ്രഷേഴ്സാണ്, നമുക്കൊന്നും അറിയില്ല, നമ്മൾ ഇൻറ്റേൺഷിപ്പ് എങ്ങനെ ചെയ്ത് തുടങ്ങണമെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനാണ് നമ്മളോട് ചെയ്യുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യുക, നമ്മളുടെ മാക്സിമം അവരുടെ ഓഫീസ് വർക്കുകൾ അവർക്ക് നീങ്ങാത്ത വല്ല ഫയലുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കുത്തിരുന്ന് എഴുതിപ്പിക്കുക. ചിലപ്പോൾ ടൈം കഴിഞ്ഞിട്ട് നമ്മളെ വിടാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തേൽ പോകാതിരിക്കുക. ഇനി അങ്ങനെ പോയിട്ടുണ്ടെന്ന് വെച്ചാലും അവരോട് നമ്മൾ കാര്യം പറയാം. നമ്മൾ ലോ സ്റ്റുഡൻസ് ആണ്, അപ്പം നമുക്ക് പഠിക്കേണ്ട ദിനേണ്ട കാര്യങ്ങളാണ്. അവരുടെ അഡ്മിനിസ്ട്രേഷൻ, അവർ ആ ഒരു ഇപ്പോൾ നമ്മൾ പോകുന്ന ഫേം അല്ലെങ്കിൽ NGO അല്ലെങ്കിൽ ഏത് സംഭവം ആയിക്കോട്ടെ അവിടുത്തെ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ലോ ഫേംസിൽ പോയിട്ട് നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ റിപ്പോർട്ടിൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളവിടെ പോയിട്ട് രാവിലെ 10 മണിയായി എത്തി, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇന്ന നേരത്തെ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ഇന്ന സമയപ്പോൾ കോർട്ട് പ്രൊസീഡിങ്സ് തുടങ്ങി, ഇതൊന്നല്ല എഴുതി വെക്കേണ്ടത്. നമ്മൾ അവിടെ നിന്ന് എന്ത് പഠിച്ചു, നമ്മൾ ലീഗലി അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കി, നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമ്മൾ എന്ത് അക്വയർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എഴുതി വെക്കേണ്ടത് റിപ്പോർട്ടിലൊക്കെ. അപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോവുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 5 ഇയേഴ്സിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NGOസിൽ തുടങ്ങിയാലും അവർ ഇങ്ങനെ മാൻഡേറ്ററി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ റിപ്പോർട്ടുകൾ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ജസ്റ്റ് ഇപ്പോൾ ഒരു ലെക്ചറായിട്ടെങ്കിലും കയ്യിൽ ഒരു എഴുതിയെടുക്കാനായിട്ട് ഒരു പേനയോ ഒരു ചെറിയൊരു ബുക്കോ കൈ പിടിക്കുക. ഇപ്പോൾ പല കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലായത്. വെറുതെ കൈ വീശി രാവിലെ അങ്ങോട്ട് പോകും, 14 or 28 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് ആയിട്ട്. അതല്ല ചില സ്ഥലങ്ങളിൽ പിള്ളേർ പോയിട്ട് 28 ദിവസം കഴിയുമ്പോൾ കറക്റ്റായിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു പോരണം, അല്ലെങ്കിൽ 28 ദിവസം പോകാണ്ടും സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് പോരണ പിള്ളേർ
പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം ഒരു പെന്നോ ഒരു ബുക്കോ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവിടെ നിന്ന് നമുക്ക് എന്താണ് നമ്മളവിടെ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പം നോട്ട് ചെയ്ത് പോവുക. ജസ്റ്റ് ഒരു ലെക്ചർ നോട്ട് പോലെങ്കിലും നമ്മൾ നോട്ട് ചെയ്ത് പോവുക. നമുക്കത് ഫ്യൂച്ചറിൽ റിപ്പോർട്ട് വെക്കുമ്പോഴോ നമുക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ നോട്ടുകൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ 5 years ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് സെമിസ്റ്ററൊക്കെ അതായത് 3 year കഴിഞ്ഞോട് കൂടിയിട്ട് അവരുടെ പ്രിഫറൻസ് ഉണ്ടാവും. ഓരോ കുട്ടികൾക്ക് ഓരോ പ്രിഫറൻസാണ്. അപ്പോൾ മറ്റുള്ളവർ പോകുന്ന ആ ഒരു ഫ്ലോയിൽ അവൻ അവിടെ പോകുന്നുണ്ട്, ഇന്ന സ്ഥലത്താണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്, അപ്പോൾ ഞാനും അവിടെ പോകാം, അല്ലെങ്കിൽ നമ്മൾ ഗ്യാങ് അടിച്ച് പോകുന്ന പരിപാടി അതങ്ങോട്ട് നിർത്തുക. അത് മാറ്റിയിട്ട് ഒറ്റയ്ക്ക് സെൽഫായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ 1-2 പേരായിരിക്കും നിങ്ങളുടെ ചോയ്സ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം പ്രിഫറൻസ് ആ ഒരു വൈബുള്ള ആൾക്കാരുടെ കൂടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല കുട്ടികളും ചെയ്യുന്ന കാര്യങ്ങളാണ് ഗ്യാങ് അടിച്ച് പോയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്ത് പോലെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു പോലെ. ശരിയാണ്, സർട്ടിഫിക്കറ്റ് മാത്രം മതി, നമുക്ക് കോഴ്സ് കഴിക്കാനായിട്ട് സർട്ടിഫിക്കറ്റ് മാത്രം മതി. പക്ഷെ അങ്ങനെയല്ല, നമ്മളുടെ വൈബിളിൽ അതായത് ഇപ്പോൾ കോർപ്പറേറ്റ് ലോ ഇഷ്ടപ്പെടുന്ന പിള്ളേരുണ്ടായിരിക്കും. അപ്പോൾ അവരായിട്ട് കൂട്ടിയിട്ട് കോർപ്പറേറ്റ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഫേംസിൽ പോവുക, അങ്ങനെയൊക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരും പഞ്ചായത്തിൽ എവിടെ ഇവിടെ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. അത് ഫൈനൽ സെമസ്റ്ററിലേക്ക് കൊണ്ടെത്തിക്കാൻ നോക്കുക. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ എല്ലായിടത്തും ഒരുവിധം പഠിച്ചെടുക്കാം. ഇപ്പോൾ ഫാമിലി കോർട്ടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ആ ഫാമിലി ലോ പഠിക്കുന്ന ആ ഒരു സെമിസ്റ്റർ ഉണ്ടായിരിക്കും. അതോടുകൂടി അവിടെ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക. അത് അപ്പം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത്തിരി ബേർഡൻ കുറഞ്ഞ് കിട്ടും. അല്ല ഇപ്പോൾ നമ്മൾ കമ്പനിയിലോ പഠിക്കുന്ന സമയത്ത് പോയിട്ട് ഫാമിലി കോർട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഫാമിലി അഡ്വക്കേറ്റിൻ്റെ കൂടെ പോയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ട് നമുക്കൊന്നും പഠിക്കാനില്ല, നമുക്കൊന്നും മനസ്സിലാവില്ല അവിടെ പോയിട്ട്. കാരണം നമ്മൾ ആ ടച്ച് വിട്ടു പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫാമിലിയിലോ സെമിസ്റ്റർ കഴിഞ്ഞ ആ ഒരു വർഷം തന്നെ അല്ലെങ്കിൽ ആ ഒരു സെമ്മിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫാമിലി കോർട്ടിലോ ഫാമിലി അഡ്വക്കേറ്റ്സിൻ്റെ കൂടെ പോയി കഴിഞ്ഞിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ പഠിച്ചെടുത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ 3 years 5 years ഒക്കെ ആകുമ്പോൾ ആ 4th or 5th സെമ്മ് തൊട്ട് 3 year കാര്യമാണ് 4th or 5th അല്ലെങ്കിൽ 5th അല്ലെങ്കിൽ 6th സെമ്മ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പ്രിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില കുട്ടികൾക്ക് മാരിടൈം കോർപ്പറേറ്റ് ഒക്കെ ഉണ്ടാവും, ചില ടാക്സ് അങ്ങനത്തെ സംഭവങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ലോ ഫേംസിൽ പോയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്ത് ഈ കോഴ്സ് കഴിഞ്ഞോട് കൂടി അവിടെ തന്നെ സെറ്റിൽ ആവാൻ നോക്കുക. അപ്പോൾ അവർക്ക് അറിയുകയും ചെയ്യും. നമ്മൾ ഫ്രഷറായിട്ട് ലോ ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ അവിടേക്കൊരു ഇൻറ്റേൺഷിപ്പിനോ അല്ലെങ്കിൽ അവരുടെ കൂടെ ജൂനിയറായിട്ടോ പ്രാക്ടീസ് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മളുടെ ഫേസ് അവർക്ക് ഒട്ടും ഫെമിലിയർ അല്ല, നമ്മളെ പറ്റി അവർക്ക് ഒന്നും അറിയില്ല. നമ്മൾ എത്രത്തോളം നമ്മൾ എത്രത്തോളം നന്നായി പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞാലും ആ വ്യക്തികൾക്ക് അതറിയില്ല, നമ്മളെ പറ്റി അറിയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫൈനൽ സെമിസ്റ്ററിൽ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ അവർക്ക് നമ്മളെ എടുക്കാനായിട്ട് ആസ് എ ജൂനിയറായിട്ട് നമ്മളെ എടുക്കാനായിട്ട് അവർക്കും ഒരു താല്പര്യം കാണും. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത് ലാസ്റ്റ് സെമ്മിലേക്ക് നമുക്ക് പോകാനായിട്ട് ഓപ്ഷൻ താല്പര്യമുള്ള ലോ ഫേംസിലൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റ് സെമ്മിൽ അവിടെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അത് കഴിഞ്ഞ് കോഴ്സ് കഴിയുമ്പോൾ അവിടെ തന്നെ കൂടുക. ഓക്കെ, അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 5 years ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആർബിട്രേഷനൊക്കെ ഇഷ്ടമുള്ളവരാണെന്ന് ആർബിട്രേഷൻ അങ്ങനത്തെ രീതിയിലുള്ള ലോ ഫേംസിലും ഇപ്പോൾ ഇൻഷുറൻസ് ഒക്കെ ആണെന്ന് വെച്ചാൽ അങ്ങനത്തെ ലോ ഫേംസിൽ പോയി കൂടുക ലാസ്റ്റ് സെമ്മിൽ. അപ്പോൾ അവർക്ക് തന്നെ ഒരു ഭയങ്കര ഇതായിട്ട് തോന്നും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സ് കഴിയാൻ പോവാണ്, കുട്ടിക്ക് നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാം, എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ക്യാപ്പബിൾ ആണ്, അങ്ങനെയൊക്കെ കാണുമ്പോൾ അവർ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫയൽസൊക്കെ ഏൽപ്പിച്ചു തുടങ്ങും. അപ്പം അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. പിന്നെ മാക്സിമം തരികിട നിർത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. അവരവിടെ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചല്ലോ, ഇവരിവിടെ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചല്ലോ അങ്ങനെയൊക്കെ പറയും. പല സ്ഥലത്തുനിന്നും സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാണ്ട് മാക്സിമം ആ 28 or 14 days അവിടെ പോയി അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇൻറ്റേൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് നോക്കുക. കാരണം ഇത് നമുക്കൊരു പ്രാക്ടിക്കൽ ആൻഡ് ട്രെയിനിങ് എക്സ്പീരിയൻസ് കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന എല്ലാവരും തന്നെ മാക്സിമം കറക്റ്റായിട്ട് പക്കയായിട്ട് ചെയ്ത് ഒരു ചെറിയ നോട്ടും പെന്നൊക്കെ ആയിട്ട് പോയി അവസാനിപ്പിക്കാൻ നോക്കുക. ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് മാത്രമല്ല, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന നോളജ് കൂടിയാണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മോർ വീഡിയോസ് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ടോപ്പിക്സോ അല്ലെങ്കിൽ സിലബസൊക്കെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിനെ റിപ്ലൈ തരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.